വറഹ്മത്തുള്ള മിൻ തുറാത്തിൻ ലോഹിക് ചിരിയുടെ പാരമ്പര്യത്തിൽ നിന്നും ഒരൽപ്പം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അറബി സംസ്കാരത്തിലെ, അറബി ചരിത്രത്തിലെ, അറബി സാഹിത്യത്തിലെ തമാശ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇന്നും അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. അഥവാ അറബി കൃതികളിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചില കോമഡികൾ, ചില ഹാസ്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹജ്ജാജ് ബിൻ യൂസുഫിനെ അറിയാത്ത ആരുണ്ടാവില്ല. ഒരുപാട് ആളുകളെ വധിച്ചിട്ടുള്ള ക്രൂരനായിട്ടുള്ള ബസറയുടെ ഭരണാധികാരി അല്ലെങ്കിൽ ഗവർണറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. അഥവാ ക്രൂരതയിൽ പേര് കേട്ടിട്ടുള്ള ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒരിക്കൽ ഹജ്ജാജ് അസ്മായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഹജ്ജാജ് ഒരിക്കൽ വേട്ടയ്ക്ക് വേണ്ടി പോയതാണ്. വേട്ടയ്ക്ക് പോയ സമയത്ത് അദ്ദേഹം വഴി തെറ്റി വേറെ എവിടെയോ എത്തി. അപ്പോൾ ആ സമയത്ത് ഹജ്ജാജ് ഇങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു ഇടയനെ കണ്ടു. അയാൾ തൻ്റെ ആടുകളെ, ഒട്ടകങ്ങളെ മേയ്ക്കുന്ന സമയത്താണ് ഹജ്ജാജ് കാണുന്നത്. അപ്പോൾ ഹജ്ജാജ് അയാളോട് ചോദിച്ചു, അല്ലയോ ഇടയ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നിങ്ങളുടെ അമീറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അമീർ ഹജ്ജാജ് തന്നെയാണ് ഇവിടെ അമീർ, ഗവർണറാണ് അമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഓ, ഞങ്ങളുടെ ഗവർണർ തനി പോക്കിരിയാണ്, അക്രമകാരിയാണ്. അപ്പോൾ അയാൾക്ക് അറിയില്ല ഇത് ഹജ്ജാജ് ആണെന്ന കാര്യം അയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് തനി പോക്കിരിയാണ്, അവന് എല്ലാ ആളുകളെയും കൊന്ന് കൊലവിളിച്ച് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹജ്ജാജ് ഇതൊന്നും അറിയാത്ത പോലെ ഭാവിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമീർ മുഅ്മിനീൻ അഥവാ ഖലീഫയോട് പരാതി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആട്ടിടയൻ പറഞ്ഞു, ഓ, ഖലീഫയോട് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം, ഖലീഫ ഹജ്ജാജിനേക്കാൾ വലിയ അക്രമിയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്നതിനിടയെ നേരത്തെ വഴിതെറ്റിപ്പോയിട്ടുള്ള ഹജ്ജാജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വന്നപ്പോൾ ഇയാൾക്ക് കാര്യം ചെറിയൊരു പന്തികേട് തോന്നി. അങ്ങനെ പന്തികേട് തോന്നിയെങ്കിൽ ഉടനെ തന്നെ ഹജ്ജാജ് തൻ്റെ സൈനികരോട് പറഞ്ഞു, ഇയാളെ പൊക്കി നമ്മളെ വണ്ടിയിലിട്ടോളൂ. അങ്ങനെ അവരെല്ലാവരും സൈനികർ കൂടിയിട്ട് അയാളെ ഒരു വണ്ടിയിൽ കയറ്റി. അപ്പോൾ അയാൾക്ക് ഇപ്പോഴും കാര്യം കൃത്യമായിട്ട് ബോധ്യമായിട്ടില്ല. അപ്പോൾ അയാൾ ഒരു സൈനികനോട് ചോദിച്ചു, എന്താണ് സംഭവം, ഇതാരാണ്? അപ്പോൾ സൈനികൻ പറഞ്ഞു, ഇത് ഇവിടുത്തെ അമീറാണ്, ഗവർണറായ ഹജ്ജാജാണ്. അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്, തൻ്റെ പേടി സ്വപ്നമായിട്ടുള്ള ഹജ്ജാജിനോടാണ് താൻ ഹജ്ജാജ് ക്രൂരനാണെന്ന് പറഞ്ഞത് എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ അല്പസമയത്തിന് ശേഷം ഹജ്ജാജിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ്, നമ്മൾ തമ്മിൽ നടന്ന ഈ സംഭവം രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. ഇത് കേട്ട് ഹജ്ജാജ് പൊട്ടിച്ചിരിച്ചു എന്നാണ്. അഥവാ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടെയാണ്, അഥവാ മരണം ഉറപ്പായ ഒരുത്തനാണ് ഹജ്ജാജിനോട് പറയുന്നത്, നമ്മൾ തമ്മിൽ നടന്ന സംഭവങ്ങൾ പരമ രഹസ്യമായിരിക്കണമെന്ന്. ഇത് കേട്ട് ഹജ്ജാജ് ചിരിച്ചു എന്നാണ് സംഭവം. മറ്റൊരു സംഭവം പറയുന്നത്, അബൽ ഐബറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അബൽ ഐബർ ഒരിക്കലിങ്ങനെ അടിയിലൂടെ നടന്നു പോവാണ്, കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്ത് കൂടി നടന്നു പോവാണ്. അപ്പോൾ ഖലീഫയായിട്ടുള്ള മുത്തവക്കീൽ ഇത് കണ്ടപ്പോൾ മുത്തവക്കീലിനെ ഒന്ന് പറ്റിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം തൻ്റെ തലപ്പാവെടുത്ത് തൻ്റെ കാലിൽ ധരിച്ചു, തൻ്റെ പാൻ്റ് എടുത്ത് തൻ്റെ തലയിൽ ധരിച്ചു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെ, ഒരു കള്ളുകുടിയനെ പോലെ, ഉന്മത്തായവനെ പോലെ തോന്നും. മുത്തവക്കീൽ തൻ്റെ സൈനികരോട് വിളിച്ച് പറഞ്ഞു, ആ കൊട്ടാരത്തിനടിയിലൂടെ പോകുന്ന മതോന്മത്തനായ മനുഷ്യനെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരൂ. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞതെന്തോ കേട്ടതെന്തോ അവരനുസരിച്ചു. അങ്ങനെ മുത്തവക്കീലിൻ്റെ അടുത്തെത്തിയപ്പോൾ മുത്തവക്കീൽ ചോദിച്ചു, നിങ്ങൾ കള്ളു കുടിയാനാണോ, കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മുത്തവക്കീൽ ചോദിച്ചു, ആ തറാനി ഫി ഖത്ലിക മഅ്സൂം, ഞാൻ നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ് എന്ന് നിങ്ങൾ പറയുമോ എന്ന് മുത്തവക്കീൽ ചോദിച്ചു. മഅ്സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാരൻ എന്നാണ് അർത്ഥം. ഓക്കെ, കുറ്റക്കാരൻ എന്നർത്ഥം. അപ്പോൾ ഇദ്ദേഹം ഉടനെ പറഞ്ഞു, ബൽ മാഉ ബസൽ, അല്ല, മാഉ ബസലാണ്,
എന്ന് ആര് പറഞ്ഞു? ഇയാൾ പറഞ്ഞു. അപ്പോൾ മഅ്സൂം എന്നുള്ളതിനെ അദ്ദേഹം മാഉസൂം എന്നാക്കിയാണ്ട് എന്ത് പറഞ്ഞു? അല്ല, മാഉസൂം അല്ല, ഞാൻ എന്താണ് താങ്കൾ ബസലാകും എന്ന് പറഞ്ഞു. അഥവാ വാക്കുകൊണ്ടുള്ള ചെറിയൊരു കളി എന്നർത്ഥം, മനസ്സിലായോ? നിങ്ങളെ കൊന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളെ കൊന്നാൽ ഞാൻ മഅ്സൂമാണെന്ന് ചോദിച്ചപ്പോൾ അല്ല, നിങ്ങൾ മഅ്സൂമല്ല, നിങ്ങൾ ബസലാണ് എന്ന് പറഞ്ഞു. അഥവാ പിന്നെ സൂം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്, ബസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സവാള ഉള്ളിയാണ്. അപ്പോൾ വാക്കുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ള ചില നമ്മൾ തന്നെ ചിലപ്പോൾ പറയുമല്ലോ അല്ലേ, വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തമാശ അടിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറയും. അപ്പോൾ ഖലീഫ അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നാണ് സംഭവം. പോട്ടെ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളെന്ന് പറയാം. ത്വബഇയ്യൻ നൈസർഗികമായി, തജാവസ വിട്ടുകിടക്കുക, ആഫറ സെലക്ട് ചെയ്യുക, ഇസ്തഹ്ദസ പുതുതായി ഉണ്ടാവുക, നഖദ് വിമർശനം, ഇജ്തിമാഇയ സോഷ്യൽ സാമൂഹികം, റഅ മേക്കുക, ഗശൂം അക്രമി, ലാ ഹയ്യാഹു വല ബയ്യാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തെ നശിപ്പിക്കട്ടെ, അഹാത്വ ചുറ്റുക, ഔമ വിരൽ ചൂണ്ടുക, ജിദ് കാര്യം, സക്രാൻ മത്ത് പിടിച്ചവൻ, കൽനസൂവത്ത് തൊപ്പി, സറാവിയിൽ പാൻറ്, മുഅ്സൂം തെറ്റുകാരൻ, ഇൻഖത ഒറ്റപ്പെടുക, മുറിയുക, മിസാജ് സംസ്കാരം അല്ലെങ്കിൽ സമാജം, ലാഹിഖത്ത് ചേർന്ന. അപ്പോൾ നമുക്ക് എടുക്കാം. വക്കാന ത്വബഇയ്യൻ പ്രകൃതിപരമായിട്ട് അഥവാ നൈസർഗികമായിട്ട്, അയ്യസ്തഹിറ അറിയപ്പെടണം, അലാമുൽ ഫക്കാഹത്തി വൽ ദഹ്കി ഹാസ്യകാരന്മാർ അല്ലെങ്കിൽ പിന്നെ തമാശ പറയുന്ന ആളുകൾ സാധാരണ രീതിയിൽ അറിയപ്പെടാറുണ്ട്. വമാക്തർഹും അതിലധിക പേരും ഫി തുറാസിനൽ അറബി നമ്മുടെ അറബി പാരമ്പര്യത്തിൽ അഥവാ അറബി സംസ്കാരത്തിൽ തമാശ പറയുന്ന വിദൂഷകന്മാർ സാധാരണ രീതിയിൽ അറിയപ്പെടാറുണ്ട്. പക്ഷേ ഇസ്തതാഅതുഹും അവരിൽ ചിലർക്ക് സാധിച്ചു അയ്യത്തജാവസൽ മഹല്ലിയത ഇലൽ ആലമിയത അയ്യത്തജാവസ വിട്ടുകടക്കാൻ അൽ മഹല്ലിയത്ത സാധാരണ സ്ഥലം ലോക്കാലിറ്റി വിട്ടുകിടക്കാൻ കഴിഞ്ഞു ഇലൽ ആലമിയ മൊത്തം ലോക തലത്തിലേക്ക് തന്നെ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞു. ചില ആളുകളുടെ തമാശ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവരും ആസ്വദിക്കുന്ന ചില തമാശകളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചിലർക്ക് വളരാൻ സാധിച്ചു. മിഥില ജുഹയെ പോലെ അല്ലത് എങ്ങനത്തെ ആസർഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അൽ മിസാജുൽ അറബി സംസ്കാരം നമൂദജൻ ഫന്നിയൻ ഒരു കലാപരമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് എല്ലാത്തിനും ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തെ ആളുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അലാഫ ഇലൈഹി അദ്ദേഹത്തിലേക്ക് ചേർത്തു ഒന്നിനെ ഉസ്തഹ്ദിസ പുതുതായി ഉണ്ടായ ഒന്നിനെ മിൻ നവാദിറ വ ഫുകാഹാത്തിൻ പിന്നെ തമാശകളിൽ നിന്ന് ഫിൽ ഒസൂരില്ലാഹിക ഓരോരോ കാലത്തിനനുസരിച്ച് ആ കാലത്തോട് ചേർന്ന തമാശകൾ പുതിയ തമാശകളൊക്കെ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ ഈ സീതി ഹാജിയിലേക്ക് ഒരുപാട് തമാശകൾ ചേർത്തിരിക്കുന്നു. സീതി ഹാജിയിലേക്ക് ഇപ്പോൾ ടിൻറ്റുമോൻ്റെ പേരിൽ ഒരുപാട് തമാശകളോട് അല്ലേ, കുറേ തമാശകൾ എന്ത് ചെയ്യും ടിൻറ്റുമോൻ്റെ പേരിൽ സാധാരണ തമാശയായിരിക്കും അത് വല്ല ടിൻറ്റുമോൻ്റെ പേരിലേക്ക് ചാർത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് തമാശകൾ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ സീതി ഹാജിയുടെ മേലിൽ ഒരുപാട് തമാശകൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നു, എന്നിട്ട് സീരിയാജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ ഹാസത്തൻ പ്രത്യേകിച്ച് നവാദിർഹുല്ലത്തി നവാദിർഹു പിന്നെ അദ്ദേഹത്തിൻ്റെ തമാശകൾ എങ്ങനത്തെ അല്ലാതെ നുസിബത്ത് ഇലേക്ക് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഫിനഖദിൽ ഹയ്യതൈനി സിയാസിയ വലജിതമായ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഈ രണ്ട് മേഖലകളിലും ഹയ്യത്ത് പറഞ്ഞ ഈ ആസ്പെക്റ്റ് മേഖല ഈ രണ്ട് മേഖലകളിലും വിമർശനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ രണ്ട് മേഖലകളിലെയും വിമർശനത്തിൽ അദ്ദേഹത്തിലേക്ക് ഒരുപാട് പിന്നെ തമാശകൾ ചേർക്കപ്പെട്ടു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പിന്നെ രാഷ്ട്രീയക്കാരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് തമാശകൾ ഉണ്ടാക്കുന്നു. ആ തമാശകളൊക്കെ പേരിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഫീമായിൽ ഇനി വരാൻ പോകുന്നത് നമാദിജി ഉദാഹരണങ്ങളാണ്. മിനിൽ ഹിക്കായാത്തിൽ മരിഹ നല്ല കോമിക്കായിട്ടുള്ള അവതരണങ്ങളിലൂടെയുള്ള ഹിക്കായത്തറ അവതരണം നല്ല തമാശ രൂപത്തിലുള്ള അവതരണങ്ങളിലൂടെയുള്ള ഉദാഹരണങ്ങളാണ് ഈ വരാൻ പോകുന്നത്. എങ്ങനത്തെ അല്ലത്തി പിന്നെ തുഅറഫത് അറിയപ്പെടുന്നു ബി തുറാസിനൽ ലോഹിക് നമ്മുടെ അറബി പാരമ്പര്യത്തിൽ ബിസ്മിൻ നവാദിർ കോമഡികൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനത്തെ ചില വളരെ രസകരമായിട്ടുള്ള വിവരണങ്ങളിലൂടെയുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഖാലൽ അസ്മോയി പറഞ്ഞു ഖറജൽ ഹജ്ജാജ് പുറപ്പെട്ടു മുതസയ്യിദൻ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഫവഖഫ അല ആറാബി അപ്പോൾ ഒരു ആറാബിയുടെ അടുത്തുകൂടെ പോയി അവൻ പിന്നെ മേക്കുന്നു ഇബ്ലൻ തൻ്റെ ഒട്ടകത്തെ. വഖദ് ഇൻഖത പിന്നെ അദ്ദേഹം
ഒറ്റപ്പെട്ടിരിക്കുന്നു തന്നെ സഹാബീദി എൻ്റെ കൂട്ടുകാരിൽ നിന്നത്, കൂട്ടുകാരൊന്നും ഒപ്പല്ല എന്നർത്ഥം. ഫഖാല, അപ്പോൾ ഹജ്ജാജ് ചോദിച്ചു, യാ ആറാബി കൈഫ സീറത്തു അമീരിക്കും, എങ്ങനെയാണ് നിങ്ങളുടെ അമീറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? സീറത്ത് ജീവചരിത്രം, കാര്യങ്ങൾ എന്നർത്ഥം. അല്ല ഹജ്ജാജ് ജീവചര്യകൾ, നിങ്ങളുടെ അമീറായ ഹജ്ജാജിൻ്റെ ചര്യകൾ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ കാലൽ ആറാബി, അപ്പോൾ ആറാബി പറഞ്ഞു, വശൂമുൻ ലൊലൂമുൻ, അക്രമകാരിയാണ് ഹജ്ജാജ്. ലാ ഹയ്യാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ ജീവിപ്പിക്കാതിരിക്കട്ടെ, കൊല്ലട്ടെ. വലാ ബയ്യാഹു, അള്ളാഹ് അദ്ദേഹം നശിപ്പിക്കട്ടെ. അപ്പോൾ കാലൽ ഹജ്ജാജ്, അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, ലൗ ഷകൗതു മൂഹു, നിങ്ങൾക്ക് അദ്ദേഹത്തെ തൊട്ട് ആ അമീറിനെതിരെ നിങ്ങൾക്ക് പരാതി പറഞ്ഞൂടെ? ഇലാ അമീറുൽ മുഅ്മിനീനിലേക്ക്, ഹു എന്ന് പറഞ്ഞ അവിടെ ഹജ്ജാജിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതി പറഞ്ഞൂടെ? ഇലാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഖലീഫയോട് പരാതി പറഞ്ഞൂടെ? ഖാലൽ അഅറാബി, അഅറാബി പറഞ്ഞു, ഹുവ അദ്ലമു മിൻഹു, അമീറുൽ മുഅ്മിനോട് പരാതി പറയാം. ഹുവ അമീറുൽ മുഅ്മിനീൻ അദ്ലമു, വലിയ അക്രമകാരിയാണ്, മിൻഹു ഹജ്ജാജിനേക്കാൾ, വഅഗ്ശം, അദ്ദേഹം കൂടുതൽ കൊലയാളി കൂടിയാണ്. ഖാല, നമ്മളെ റിപ്പോർട്ട് ചെയ്യാണ്, റാവി അസ്മാഇ റിപ്പോർട്ട് ചെയ്യാണ്. ഫബൈനമ, അദ്ദേഹമാണ് ഖാല എന്ന് പറഞ്ഞത്. ഫബൈനമ ഹുവ കദാലിക, അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയ സമയത്ത്, ഇത് അഹാത്തത് ബിഹി, അദ്ദേഹത്തെ ചുറ്റി, ജുനൂദുഹു, ഹജ്ജാജിൻ്റെ സൈന്യം. ഫഔമ, അപ്പോൾ അദ്ദേഹം ചൂണ്ടി, ഇൽ ആറാബിയിലേക്ക്, നമ്മൾ സാധാരണ പറയല്ലേ അവനെടുത്തോ എന്ന് പറയല്ലോ. അപ്പോൾ ഫുഹിദ, അപ്പോൾ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു. വഹുമില, അദ്ദേഹത്തെ എടുക്കപ്പെട്ടു. ഇവരുടെ ഹജ്ജാജിൻ്റെ സൈന്യം അയാളെ പിടിച്ചു നടത്താം ആറാബിയെ. ഫലമ്മ സ്വാറ മാഹും, അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിന് കാര്യം കൃത്യമായിട്ട് ബോധ്യമായിട്ടില്ല. ഫലമ്മ സ്വാറ മാഹും, ആ ആറാബി ആയപ്പോൾ, മാഹും ഇവരോട് സൈന്യത്തോട് കൂടെ ആയപ്പോൾ, ഖാല, അയാൾ ചോദിച്ചു, മൻ ഹാദ, ആരാണിപ്പോൾ ഇത്? ഖാലു, അവർ പറഞ്ഞു, അൽ അമീറുൽ ഹജ്ജാജ്, ഇത് അമീറായ ഹജ്ജാജാണ്, അടച്ചോനെ. ഫഅലിമ, അപ്പോൾ അയാൾ അറിഞ്ഞു, അന്നഹു, തീർച്ചയായിട്ടും അയാൾ, ഖദ് ഉഹീത, അയാൾ പെട്ടിരിക്കുന്നു, അയാൾക്ക് മനസ്സിലായി. ഖദ് ഉഹീത ബിഹി, അദ്ദേഹം പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഫഹറക ദാബത്തഹു, അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ചലിപ്പിച്ചു. ഹത്ത അങ്ങനെ സോറ ബിൽ ഖുർബി മിൻഹു, ഹജ്ജാജിൻ്റെ അടുത്തെത്തി. ഫനാദാഹു, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അയ്യുഹൽ അമീറെ. ഖാല, അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, മാ തശാഉ യാ ആറാബി, തനിക്ക് എന്ത് വേണം? ഖാല, അയാൾ പറഞ്ഞു, ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അയ്യക്കൂന സിറുല്ലദി ബൈനി വ ബൈനക, എനിക്കും താങ്കൾക്കും ഇടയിൽ നടന്ന ആ ഒരു രഹസ്യം, മക്കുത്തൂമൻ, അത് മറച്ചു വെക്കണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അഥവാ ഈ സംഭവം തൻ്റെ സൈനികരൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതൊരു രഹസ്യമായിക്കോട്ടെ എന്ന് അയാൾ പറഞ്ഞു. ഫളഹിക്കൽ ഹജ്ജാജു, അപ്പോൾ ഹജ്ജാജ് ചിരിച്ചു. വഖല്ല സബീലഹു, അങ്ങനെ ഹജ്ജാജ് അയാളെ വെറുതെ വിടുകയും ചെയ്തു. വക്കാനൽ ഹജ്ജാജായിരുന്നു ലാ യദ്ഹകു, ചിരിക്കില്ലായിരുന്നു, ഫി ജിദ്ദിൻ വല ഹസിൽ, കാര്യത്തിനും തമാശക്കൊന്നും അദ്ദേഹം ചിരിക്കില്ലായിരുന്നു. അങ്ങനത്തെ ഹജ്ജാജാണ് ചിരിച്ചത്. കമാ അശാറ ഇലാ ദാലിക, ഈ ചിരിക്കില്ല എന്ന് എവിടുന്ന കിട്ടിയത്? കമാ അശാറ ഇലാ ദാലിക, ഇതിലേക്ക് ഈയൊരു സംഭവം, അദ്ദേഹം ചിരിക്കാറുണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. അൽ ഹസ്രുൽ ഖൈറുവാനി, അദ്ദേഹം ഫി കിതാബിഹി ജമുൽ ജവാഹിർ ഫിൽ മുലഹി വന്നവാദിർ എന്ന ഗ്രന്ഥത്തിൽ. വഹദ്ദസ അന്ന അബലൈബർ അഹദു മശാഹിറുൽ മുദ്ഹക്കീൻ, അദ്ദേഹം അറിയപ്പെടുന്ന കൊമേഡിയന്മാരിൽപ്പെട്ട ഒരാളാണ്. അല്ലായോ? ഈ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജുഹ എന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഹോജ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ സാധാരണ. അപ്പോൾ അദ്ദേഹമാണ് ഈ ജുഹ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അബലിബർ റഅൽ മുത്തവക്കില, അപ്പോൾ അബലിബർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടു അൽ മുത്തവക്കിലിനെ എല്ലുറു, മുത്തവക്കിൽ നോക്കുന്നു, മിംഫോക്കി കസരിഹി, തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നും, മുകളിൽ നിന്നും. ഫജഅല, അപ്പോൾ അദ്ദേഹം ആക്കി, ഫി റിജ്ലൈഹി, തൻ്റെ കാലിലാക്കി, ഖല്ലൻസുവത്തൈഹി, തൻ്റെ വഅല റഅസിഹി ഖുഫൻ, മനസ്സിലായോ? തൻ്റെ കാലിൽ തൻ്റെ തൊപ്പിയാക്കി, വഅല റഅസിഹി, തൻ്റെ തലയിലാക്കി, ഖുഫൻ, തൻ്റെ ഖുഫ അറിയാമല്ലോ അല്ലേ, കാലിലിടുന്ന വസ്തു. അപ്പോൾ അത് തൻ്റെ തലയിലുമാക്കി. വജഅല സറാവീലഹു, തൻ്റെ പാൻ്റാക്കി, കമീസാക്കി, കമീസഹു, തൻ്റെ കമീസാക്കി, സറാവീല പാൻ്റാക്കി. അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, മറിച്ചു എന്നർത്ഥം. ഫറആഹു, അപ്പോൾ അദ്ദേഹത്തെ കണ്ടു അൽ മുത്തവക്കിൽ. ഫഖാല, അപ്പോൾ മുത്തവക്കിൽ പറഞ്ഞു, ഇല്ലയ്യ ബിഹാദൽ അഹ്മക്, ആ ഭ്രാന്തൻ എങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരൂ. വഖദ് അയതഖദ, മുത്തവക്കിൽ ഉറപ്പിച്ചു, അന്നഹു സക്കറാൻ, അദ്ദേഹം അഥവാ അബൽ ഐബർ
പിന്നെ കള്ള് കുടിച്ച മതോന്മത്തനാണെന്ന് ഉറപ്പിച്ചു. ഫലമ്മ ദഖല അലൈഹി, ആ പിന്നെ അബുൽ അഹ്ബർ മുത്തവക്കിലിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ സഅലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, ഹാലിബൻ, ദേഷ്യപ്പെട്ട്, ഷാരിബുൻ അൻത, കള്ള് കുടിച്ചിട്ടുണ്ടാ കള്ള്? ഖാല, അയാൾ പറഞ്ഞു ഇല്ല ഇല്ല. ഖാല, അപ്പോൾ അദ്ദേഹം മുത്തവക്കിൽ ചോദിച്ചു, അത്തറാനി, നീ എന്നെ കാണുന്നുണ്ടോ? നീ എന്നെ അഭിപ്രായപ്പെടുന്നുണ്ടോ? നിനക്ക് വല്ല അഭിപ്രായമുണ്ടോ? ഫി ഖത്ലിക, നിന്നെ കൊന്നാൽ, ഞാൻ നിന്നെ കൊന്നാൽ മഅ്സൂമുൻ, ഞാൻ തെറ്റുകാരനാണ് എന്ന അഭിപ്രായം നിനക്കുണ്ടോ? ഫഖാല അൽഫോർ, അയാൾ പെട്ടെന്ന് പറഞ്ഞു, ബൽ മാ ഉബസൽ യാ അമീറുൽ മുഅ്മിനീൻ, ബൽ മഅ്സൂമെന്നല്ല, ബൽ അത് മഅ്സൂമെന്നല്ല, ബൽ മറിച്ചെന്താണ്, മാ ഉബസലാണ് യാ അമീറുൽ മുഅ്മിനീൻ, മുത്തലാഇബൻ, തമാശയാക്കിയിട്ട് ബി കലിമത്തി മഅ്സൂം എന്നുള്ള പിന്നെ വാക്കിനെ ഇലാ മാഉത്തൂം എന്നെടുത്തിട്ട്, മനസ്സിലായോ? മഅ്സൂം എന്നുള്ള വാക്കിനെ ഉപരി മാഉത്തൂം എന്ന് എന്തൊക്കെ മാറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല മഅ്സൂം അല്ല, മാഉ ബസലാണ് അമീറുൽ മുഅ്മിനീൻ. ഫളഹിക്കൽ ഖലീഫ, അപ്പോൾ ഖലീഫ ചിരിച്ചു. വഅഫ അൻഹു, അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. മുത്തവക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹ്യിസ് സുന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, പിന്നെ സുന്നത്ത് ജമാഅത്തിനെ വീണ്ടെടുത്തവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അഥവാ മഅ്മൂൻ്റെയും പിന്നീട് വാസിക്കിൻ്റെയൊക്കെ കാലത്ത് അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് വിശ്വാസ ആദർശങ്ങളെ, അഥവാ പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റേതല്ലാത്ത അഥവാ മുഅ്തസിലി ആശയം, ആ മുഅ്തസിലി ആശയത്തൊക്കെ കശക്കി എറിഞ്ഞിട്ട് അഹ്ലുസുന്നത്തിൻ്റെ ആശയം കൊണ്ടുവന്ന മുഹ്യിസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീഫ കൂടെയാണ് മുത്തവക്കിൽ എന്നത്. ഇതിനോട് ചേർത്ത് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.